നമസ്കാരം. മലയാളം ഹൊറർ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് ഒരു പോലീസുകാരനാണ്. നമുക്ക് അനുഭവത്തിലേക്ക് പോകാം. എൻ്റെ പേര് രാജേഷ് നായർ. ഞാൻ 2009 മുതൽ കേരള പോലീസിൽ ജോലി ചെയ്തു വരുന്നു. 2013 എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അന്ന് ഞാൻ പാലക്കാട് ജില്ലയിൽ ഒരു ഗ്രാമത്തിൽ SI ആയിട്ട് ജോലി ചെയ്തു വന്ന കാലയളവിൽ ഒരനുഭവമാണിത്. ഗ്രാമത്തിൻ്റെ പേര് ഞാനിവിടെ പരാമർശിക്കുന്നില്ല, കാരണം ഇന്നും ആ ഗ്രാമം അവിടെയുണ്ട്, ആ പോലീസ് സ്റ്റേഷനും അവിടെ തന്നെ ഉണ്ട് എന്നതുകൊണ്ടാണ്. ആ കാലയളവിൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തൊരു മിസ്സിംഗ് കേസ് പിന്നീട് ആ സ്റ്റേഷനെ മുഴുവനും ഭയപ്പെടുത്തിയ ഒരു സംഭവമായി മാറി. എനിക്കിന്നും വിശദീകരിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അത്. 2013 നവംബർ മാസം 14-ാം തീയതി രാത്രി ഏകദേശം ഒരു 9:30 മണിയാകുമ്പോഴേക്കും ഒരു മധ്യവയസ്കയായ സ്ത്രീ സ്റ്റേഷനിൽ വരുന്നത്. അവരുടെ പേര് ലീലാമ്മ. അവരുടെ മകൻ വിപിൻ, 22 വയസ്സ്, ഒരു ദിവസമായി കാണുവാൻ ഇല്ല എന്നായിരുന്നു പരാതി. വിപിൻ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. സാധാരണ കോളേജിൽ പോകുന്ന പോലെയാണ് അവൻ വീട്ടിൽ നിന്ന് മടങ്ങിയത്. പക്ഷേ 13-ാം തീയതി കോളേജിലേക്ക് പോയ വിപിൻ അന്ന് തിരിച്ചു വന്നില്ല. സാധാരണ രാത്രികാലങ്ങളിൽ ലേറ്റായി വരുന്ന ശീലമുള്ളതുകൊണ്ട് അവർ അത് കാര്യമാക്കിയില്ല. പിറ്റേ ദിവസവും വരാതെ ആയപ്പോഴാണ് അവർ അന്വേഷിക്കാൻ തുടങ്ങിയത്. വീടിനടുത്തെ കുറച്ച് ചെറുപ്പക്കാരുടെ സഹായത്തോടെ അവർ കോളേജിലും വിപിൻ്റെ കൂട്ടുകാരുടെ അടുത്തുമൊക്കെ അന്വേഷിച്ചു. പക്ഷേ അവർക്കറിയാൻ കഴിഞ്ഞത് വിപിൻ അന്ന് തന്നെ വൈകിട്ട് തിരിച്ചുപോയി എന്നാണ്. കൂടാതെ നാട്ടിലെ കൂട്ടുകാരുടെ അടുത്തുമെല്ലാം അവർ അന്വേഷിച്ചു. പക്ഷേ ഒരു വിവരവും കിട്ടിയില്ല. അങ്ങനെയാണ് അവർ രാത്രി സ്റ്റേഷനിൽ വന്ന് പരാതി നൽകുന്നത്. ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം തുടങ്ങി. സാധാരണമായ രീതിയിൽ കോളേജ് ഫ്രണ്ട്സ് എല്ലാവരോടും അന്വേഷിച്ചു. അവസാനം നാട്ടിലെ ഒരാൾ വഴി അറിയുവാൻ സാധിച്ചത് വിപിൻ അവരുടെ നാട്ടിൽ ഒരു ക്വാറിയിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടു എന്നാണ്. അതൊരു പഴയ ക്വാറി ഖനിയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് അവിടെ പണികൾ നടക്കുന്നുണ്ടായി. പക്ഷേ അവിടെ ഒരു അപകടം നടന്നു. 3 തൊഴിലാളികൾ മരണപ്പെട്ടു. അതിനുശേഷം അവിടെ ഉണ്ടായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ക്വാറി പൂട്ടി. ആ ക്വാറിയെക്കുറിച്ച് നാട്ടുകാർക്ക് പല കഥകളും ഉണ്ടായിരുന്നു. അവിടെ രാത്രി സമയങ്ങളിൽ വെളിച്ചം കാണാറുണ്ടെന്നും അവിടെ പോയി ഇരുന്നാൽ ആരോ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നെല്ലാം. ഇതൊക്കെ പല നാട്ടുകളിലുമുള്ള കഥകളാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാനും 2 കോൺസ്റ്റബിൾസും കൂടി അങ്ങോട്ട് തിരിച്ചു. ഞങ്ങൾ വളരെ കാര്യമായി തന്നെ അവിടെ മുഴുവൻ നോക്കി. അതിനിടയിൽ ഒരു കാര്യം കണ്ടുകിട്ടി. വിപിൻ്റെ ബൈക്ക് അതവിടെ ഒരു മൂലയിലായി വെച്ചിട്ടുണ്ടായി. പക്ഷേ വിപിനെ അവിടെയെങ്കിലും കണ്ടില്ല. ശ്രദ്ധയോടെ നോക്കിയപ്പോൾ ബൈക്കിനടുത്ത് നിന്നൊരു കാൽപ്പാട് ക്വാറിയുടെ അകത്തേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടു. പക്ഷേ അതകത്തേക്ക് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ അന്വേഷണം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ ആളുകൾ കൂടി. അന്വേഷണത്തിനിടയിൽ അവിടെ ഒരു പ്രായമായ ഗ്രാമവാസി ഞങ്ങളുടെ അവിടുത്തെ ഒരു പഴയ കഥ പറഞ്ഞു. അവിടെ പണ്ടുണ്ടായ ഒരു അപകടത്തിന് ശേഷം അവിടെ രാത്രി താമസിച്ചിരുന്ന ഒരു തൊഴിലാളി ക്വാറിയിലേക്ക് വീണ് മരിക്കുകയുണ്ടായി. പക്ഷേ എത്ര അന്വേഷിച്ചിട്ടും അയാളുടെ ശരീരം കിട്ടിയില്ല. പിന്നെ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അതേ ക്വാറിയിൽ നിന്ന് അയാളുടെ ബോഡി കിട്ടിയത്. അതും ശരീരം മുഴുവൻ ആരോ നഖം കൊണ്ട് കീറിപ്പറിച്ച് വെച്ചിരുന്ന പോലെ പാടുകളായിട്ട്. അതിനുശേഷമാണ് നാട്ടുകാർ പലരും അവിടെ ആരെയോ രാത്രിയിൽ കണ്ടെന്നും ശബ്ദം കേൾക്കുന്നു എന്നുമൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ആ പകൽ മുഴുവൻ അന്വേഷിച്ചിട്ടും ഞങ്ങൾക്ക് വിപിൻ്റെ ഒരു വിവരവും കിട്ടിയില്ല. വിപിനെ കാണാതെയായിട്ട് 2ാമത്തെ ദിവസമായിരുന്നു. അതിനാൽ ഞാൻ തീരുമാനിച്ചു രാത്രിയും അവിടെ പോയി അന്വേഷിക്കാമെന്ന്. രാത്രി ഒരു 11 മണിയായപ്പോഴേക്കും ഞാനും 3 കോൺസ്റ്റബിൾസും കൂടി ആ ക്വാറിയുടെ പരിസരം ഒന്നുകൂടി നോക്കുവാനായി പോയി. അതിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ ഇതുപോലെയുള്ള സ്ഥലത്ത് വന്നിരുന്ന് മദ്യപിക്കുന്നവരോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കിട്ടിയാൽ ആ വഴി കൂടി ഒന്ന് അന്വേഷണം നടത്താം എന്ന് കരുതിയായിരുന്നു ഞങ്ങൾ ആ സമയത്ത് പോയത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഒരു വിചിത്രമായ നിശബ്ദതയായിരുന്നു അവിടെ മുഴുവൻ. കാറ്റില്ല, ചുറ്റിനുമുള്ള മരങ്ങളുടെ ഇലകൾ പോലും അനങ്ങുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം ഞങ്ങൾ കേട്ടു. മുകളിൽ നിന്നൊരു കല്ല് താഴേക്ക് ഉരുണ്ട് വീഴുന്നതിൻ്റെ. ഞാൻ ടോർച്ച് ക്വാറിയുടെ അടിയിലേക്ക് അടിച്ചു. താഴെ ഒരു മനുഷ്യൻ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, ഹലോ, അവിടെ ആരെങ്കിലും ഉണ്ടോ? മറുപടി ഒന്നും വന്നില്ല. ഞങ്ങൾ താഴേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. പതിയെ താഴേക്ക് ഇറങ്ങി. പക്ഷേ താഴെ എത്തിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. പക്ഷേ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ ആരോ വെള്ളത്തിൽ നിന്ന് കയറി വന്ന് ചവിട്ടിയ പുതിയ കാൽപ്പാടുകൾ. പെട്ടെന്ന് കൂടെയുള്ളൊരു കോൺസ്റ്റബിൾ എന്നോട് പറഞ്ഞു, സാർ പുറകിൽ. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു നിഴൽ. ഒരാൾ ഞങ്ങളെ നോക്കി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ടോർച്ച് മുകളിലേക്ക് അടിച്ചു. ടോർച്ചിൻ്റെ വെളിച്ചം അയാളുടെ ശരീരത്തിലാണ് ആദ്യം പതിച്ചത്. ആരോ വെള്ളത്തിൽ നനഞ്ഞു നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വെളിച്ചം അയാളുടെ മുഖത്തേക്ക് അടിച്ചു. പക്ഷേ ആ കാഴ്ച എൻ്റെ ശരീരത്തിൽ ഒരു മിന്നലേറ്റതുപോലെയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും
ഭയപ്പെട്ടു എന്ന് ഞാൻ അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കി. അത് വിപിൻ ആയിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകൾ അത് പൂർണ്ണമായും വെള്ള നിറമായിരുന്നു. ഒരു നിമിഷത്തേക്ക് അത് കണ്ടപ്പോൾ ശരീരമൊന്ന് വിറച്ചെങ്കിലും ഞങ്ങൾ ധൈര്യം സംഭരിച്ചു മുകളിലേക്ക് ഓടിക്കയറി. പക്ഷേ അവിടെ എത്തുമ്പോൾ അവിടെ ആരുമില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ മുഖത്ത് ഒരു വല്ലാത്ത ഭയം ഞാൻ കണ്ടു. അതിനാൽ അവർ നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ വരാം എന്ന് വിചാരിച്ച് അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പോയി. പിറ്റേ ദിവസത്തെ അന്വേഷണത്തിൽ ക്വാറിയുടെ അടിയിൽ നിന്നും വിപിൻ്റെ മൃതദേഹം ഞങ്ങൾക്ക് കിട്ടി. അത് വിപിൻ്റെ തന്നെയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. വിപിൻ മരിച്ചിട്ട് 3 ദിവസമായി. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. വിപിൻ മരിച്ചിട്ട് 3 ദിവസമായെങ്കിൽ ഞങ്ങൾ അന്ന് രാത്രിയിൽ അവിടെ വിപിനെ കണ്ടത് എങ്ങനെയാണ്? അവസാനം കേസ് ഫയൽ ആക്സിഡൻറ്റ് ഡെത്ത് എന്ന് രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തു. എന്നാൽ എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസിനും ഇന്നുവരെ ആ രാത്രി കണ്ട കാഴ്ച മറക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവൻ്റെ കണ്ണുകൾ അത് വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ മുഴുവനും വെള്ള നിറമായി തുറച്ചു നിന്നിരുന്നു. ഞാനിതുവരെയും മറ്റാരോടും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കിന്നും ആ കാഴ്ച മറക്കുവാൻ പറ്റിയിട്ടില്ല. വല്ലാത്തൊരു ഭീതി പടർത്തിയ ഒരവസ്ഥയായിരുന്നു അവൻ്റെ കണ്ണുകളിൽ ഞാനന്ന് കണ്ടത്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കൂടാതെ ഇനിയും വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഇതുപോലെയുള്ള ഭീകരാനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുവാനായി ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി വഴി നിങ്ങൾക്ക് എഴുതാം. പിന്നെ അനുഭവങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും അനുഭവ പശ്ചാത്തലവും എല്ലാം കൊടുക്കുക. ഞങ്ങളത് കൂടുതൽ നന്നാക്കി എഴുതി ചാനലിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.